എല്ലാവർക്കും നമസ്കാരമുണ്ട്. സഫാരി ലൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്ന് അത് ജോർജിയയെ കുറിച്ചിട്ട് കുറേ തെറ്റായ ഇൻഫർമേഷൻസും നന്നായി പാസ്സാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് അതിലൊരു ചെറിയൊരു ജെന്യൂനിറ്റി പറയണമെന്ന് തോന്നി. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതൊന്നും തിരുത്തണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടാൻ തോന്നുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജോലി സാധ്യതകളാണ് ഇപ്പോഴത്തെ ജോർജിയയെ കുറിച്ച് ചോദിക്കണത്. അതിലിപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. അവിടെ ജോലികളുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലാണെച്ചാലും അൺസ്കിൽഡ് ആണെച്ചാലും ഇപ്പോൾ പല വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാലറി മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു 40,000, 50,000, 60,000 റേഞ്ചിലേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏജൻസിക്കാർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം ഏൺ ചെയ്യാം, അല്ലെങ്കിൽ 1.5 ലക്ഷം ഏൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഒരു 99% ഇല്ല എന്ന് പറയേണ്ടി വരും. അത് കേട്ടിട്ട് നിങ്ങൾ ആരും ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വിസകളാണ് പറയുന്നത്. ഒരുപാട് ഏജൻസിക്കാർ, ഫേക്ക് ആയിട്ടുള്ള ഏജൻസിക്കാർ വിസ കൊടുക്കുന്നുണ്ട്. അതായത് ഈ വിസ പ്രോപ്പറാണ് ചെക്ക് ചെയ്യാൻ വരെ ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. നിങ്ങൾക്കൊരു വിസ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ ഒരു 10,000 രൂപയ്ക്ക് വിസ കൊടുക്കുന്നുണ്ട്. ജോർജിയ വിസ അത് ഒരാഴ്ച കൊണ്ടൊക്കെ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ. അതെങ്ങനെ കൊടുക്കുന്നത് മനസ്സിലാവില്ല. അതായത് അവർ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന അത്യാവസ്ഥ. അപ്പോൾ ആ ഒരു വിസയിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ ഒരു നല്ല വിസ നിങ്ങൾക്ക് ഒരാൾ തന്നു വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഈ 5,000 രൂപയ്ക്ക് അവർ തരില്ല, മിനിമം ഒരു 50,000 രൂപയ്ക്ക് ചിലപ്പോൾ വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ എത്തുമ്പോൾ മിക്കവാറും ചിലപ്പോൾ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ത്യക്കാർ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അവർ വെരിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റ് കൺട്രികളിൽ വർക്ക് ചെയ്യണ ഈ പറഞ്ഞ പോലെ എമിറേറ്റ്സ് ഐഡിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ഒരു കൺസെഷൻ കിട്ടും. നമുക്ക് നേരെ കയറിപ്പോൾ ടൂറിസ്റ്റ് നമുക്ക് ഫീൽ കിട്ടും. പക്ഷേ അതല്ല, നമ്മൾ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് പോലെ പോകുകയാണെങ്കിൽ അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാതിരിക്കുക നല്ലത്. പിന്നെ അത്രയും പൈസ ചിലവാക്കിയിട്ട് ചിലപ്പോൾ ചിലരൊക്കെ 3 ലക്ഷം 4 ലക്ഷം കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് പോയിട്ട് നിങ്ങൾക്കത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അവസാനം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വിസ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും ഏജൻസിക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഒരു 2 ലക്ഷം തന്നാൽ മതി, 1 ലക്ഷം തന്നാൽ മതി, ഞങ്ങൾ വിസ എടുത്ത് തരാം, ബാക്കി അവിടെ പോയിട്ട് എല്ലാം റെഡിയാക്കാം, കുറച്ച് പൈസ നിങ്ങൾ കൈ വെച്ചിട്ട് അവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ പറയണേ. പക്ഷേ അത് തെറ്റായ ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വിസ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. മുമ്പൊക്കെ അസൈലം ചെയ്തിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്ഡേറ്റ് കിട്ടിയത്. അസൈലം ചെയ്തിട്ട് നമുക്ക് അവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് മാറാനുള്ള ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ അവർ എങ്ങനെ പോയാലും സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ. കാരണം റെഫ്യൂജീസ് കൂടുതൽ വരുമ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചോളം അത് നല്ലൊരു സംഭവമായിരിക്കില്ല. അവരെ സംബന്ധിച്ചോളം ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ UAE റെസിഡൻസിലുള്ള ആൾക്കാർ, ഇപ്പോൾ എമിറേറ്റ്സ് ഐഡി, ഹക്കാമൊക്കെ പോലുള്ള ആൾക്കാർ കൺട്രികളുടെ അവിടുന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നിലവിൽ. ഇപ്പോൾ അതും ആ ഓപ്ഷൻ എടുത്ത് പോയേക്കാണ്. അതായത് മുമ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു $2,000 കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു $1,500 കൊടുക്കുക വെച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടിയിരുന്നു. കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 1 ഇയർ വർക്ക് പെർമിറ്റൊക്കെ പോലെ കിട്ടിയിരുന്നു. ഇപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഈ പൈസ കൊടുക്കുന്നവരെ പൈസ പോകാമെന്നല്ലാണ്ട് അത് നമുക്കൊരു വർത്താവുന്ന രീതിയിൽ ആവില്ല. അത് ആ ഒരു ഓപ്ഷൻ നോക്കാതിരിക്കുക നല്ലത് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു വർക്ക് പെർമിറ്റ് കാര്യം അത് തന്നെയായിരുന്നു. നമുക്ക് വർക്ക് പെർമിറ്റ് കൺവേർട്ട് ചെയ്യാം, അതായത് വിസിറ്റിംഗ് വിസ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നിലവിലിപ്പോൾ ആ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി വാട്സപ്പ് നമ്പർ കൊടുത്ത കാരണം ഒരുപാട് വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റീപ്ലൈ തരാൻ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ഏജൻസിക്കാർ പലതും പറഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതിൽ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പൈസ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളൊരു വർക്ക് പെർമിറ്റായിട്ട് പ്രോപ്പറായിട്ട് പോകാൻ നോക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജിയ അല്ലാതെ മറ്റ് കൺട്രികൾ പോകാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നപ്പോൾ. പ്രോപ്പറായിട്ട് വർക്ക് പെർമിറ്റായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് കുടിയും കെടുക്കാനും പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ട അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പ്രശ്നമില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. അതിന് നമുക്ക് സമയപരിധി ഉണ്ട്. എന്നാലും ഞാൻ ഒരു ജോലിയുള്ള കാരണം കൊണ്ട് ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കമൻറ്റിന് റീപ്ലൈ തരാറില്ല, ഞാൻ കൊടുക്കാറില്ല. സാധാരണ ഒരുപാട് കമൻറ്റ് വരുമ്പോൾ നമുക്ക് സംഭവം റീച്ച് കൂടും, പക്ഷേ ഞാനത് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം.
വാട്സപ്പ് നമ്പറോടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒന്ന് നമ്മുടെ സഫാരി ലൈറ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.